എങ്ങനെയാണ് ഇന്നത്തെ ബിരിയാണി? ബിരിയാണി കണ്ടറിയാം, കാരണം രാജാക്കന്മാരാണ് കൂടെ നിക്കണത്. രാജാ നിങ്ങളല്ലേ പാചകക്കാരാണേ. കാണാം. എല്ലാവരും ഇപ്പൊ അതാ പറയണത്. അവസാനം ഞാനൊന്നുമില്ലാതെ പോണ്ടി വരും കൊടുക്കുന്ന തോന്നുന്നത്. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. എത്ര പേര് അതിലും നമ്മൾ സംസാരിക്കണില്ലേ? എല്ലാവർക്കും സിമാത്ത ബിരിയാണി ഉണ്ടാക്കല്ലേ? പിന്നെ നമുക്ക് ഉണ്ടാക്കണേ. അപ്പം നമ്മുടെ ആനീസ് കിച്ചൺ കുക്കറി കോണ്ടസ്റ്റ് നമ്മൾ മലപ്പുറത്തുള്ളത് എവിടെയായിരുന്നു അറിയോ? റോസിയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. അടിപൊളി ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ. അത് അടിപൊളി ലക്ഷറി ആയിട്ടുള്ള ഒരു ഹാളിൽ തന്നെയായിരുന്നു ഇത് വച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു കുക്കിംഗ് നടന്നിട്ടുള്ള സ്ഥലം. പിന്നെ ഇതാ അതിൻ്റെ പുറത്തുള്ള ഈ സ്ഥലത്ത് വെച്ചായിരുന്നു ഞങ്ങൾ പ്രൊഫൈൽ ഷൂട്ട് നടത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ തലേ ദിവസം രാവിലെ നമ്മൾ പോയിരുന്നു 8:30 സമയത്ത്. അപ്പോൾ രാവിലെ തൊട്ടേ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് 7 മണിക്ക്. അപ്പോൾ നസീമത്താൻ്റെ കഴിഞ്ഞതിന് ശേഷം ആയിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഷീജ ചേച്ചിയുണ്ട്, സഫീറുണ്ട്. അപ്പോൾ എല്ലാവരും മക്കളും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് എടുക്കാതെ മോനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം എന്നെ വെച്ചിട്ടുള്ള ഷൂട്ട്. അങ്ങനെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. സാധാ പഴയ നമ്മുടെ പണ്ടത്തെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫ്യൂഷനും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കഴിഞ്ഞ മാസം ഞാൻ പോവാ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മോനെ വെച്ച് ഷൂട്ട് ചെയ്യും. മോൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് കേട്ടോ. ഇതാണ് പിറ്റേ ദിവസം നമ്മൾ രാവിലെ 7 മണിക്ക് കറക്റ്റ് അവിടെ എത്തി. അപ്പോൾ ഇതാണ് ആ ഒരു ഷൂട്ട് ചെയ്യണ ആ ഒരു ഹാൾ കേട്ടോ. എത്രയോ അടിപൊളി സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ ഒരു ഭാഗ്യമാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും 20 കണ്ടസ്റ്റൻസും എത്തിയിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിരുന്നു. അതിനുശേഷം നമുക്ക് മേക്കപ്പ് റൂമിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ഹാള്, ഇത്രയും വലിയ ആനി ചേച്ചി, ആബിത്ത എല്ലാവരും കൂടെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി ഗ്രാൻഡ് പരിപാടി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ TV-യിൽ 2 വട്ടം ടെലികാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും യൂട്യൂബിൽ വരും, അപ്പോൾ കാണണം കേട്ടോ. അപ്പോൾ അന്നേ ദിവസം ഞാൻ രാവിലെ 7 മണിക്ക് അവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പ്ലാറ്റ്ഫോമൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്തായാലും ഞാനൊരു വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ എല്ലാതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ഞാൻ മേക്കപ്പ് റൂമിലേക്ക് പോയി മേക്കപ്പൊക്കെ ചെയ്യാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേക്കപ്പ് എന്നുള്ള ആ ഒരു സംഭവമൊക്കെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നല്ല മൊഞ്ചാക്കി മാറ്റി തന്നെ. ഞാൻ കൊണ്ടുവന്ന നടുവിൽ മതി. നിങ്ങളവിടെ എന്ത് അപ്പോൾ ഏകദേശം ഫേസിലെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എന്നെ ഷാള് ഹിജാബ് കിട്ടായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അല്ലാത്തവരുടെ എല്ലാവരും ഹെയർ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ബ്രൈഡലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ സ്കാർഫ് ഇടുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒന്നും വേണ്ട വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഹിജാബ് കെട്ടി. ഞാൻ ഭയങ്കര സന്തോഷമായിട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ ഷൂട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡും നല്ല സപ്പോർട്ടായിരുന്നു. മൂപ്പരിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പെയറും റെഡിയാണ്. അപ്പം എൻ്റെ മോനാണ് എൻ്റെ കൂടെ ഉള്ളത്. അവനും ഇതുപോലെയൊക്കെ മേക്ക് ഓവർ ചെയ്തിട്ടോ. ഈ ഒരു പരിപാടിയിലേക്ക് സെലക്ഷൻ കിട്ടിയെന്നറിയപ്പോൾ അപ്പോൾ തന്നെ ഞാനും ഹസ്ബൻഡും മക്കളൊക്കെ ഒരുപോലെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻസും എൻ്റെ കൂടെ വന്നിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഇന്നത്തെ ബിരിയാണി? ബിരിയാണി കണ്ടറിയാം, കാരണം രാജാക്കന്മാരാണ് കൂടെ നിക്കണത്. രാജാ നിങ്ങളല്ലേ പാചകക്കാരാണേ. കാണാം. എല്ലാവരും ഇപ്പൊ അതാ പറയണത്. അവസാനം ഞാനൊന്നുമില്ലാതെ പോണ്ടി വരും കൊടുക്കുന്ന തോന്നുന്നത്.
അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സന്തോഷം. എത്ര പേര് വിളിച്ചായി അതിലും നമ്മൾ സംസാരിക്കണില്ലേ. എല്ലാവർക്കും അപ്പോൾ ഇതാട്ടോ നമ്മുടെ ആനി ചേച്ചി വന്നിറങ്ങി എൻട്രി ചെയ്തിട്ടുള്ള കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. പിന്നെ നേരത്തെ കണ്ട ജെസ്സിത്താട്ടോ, ജെസ്സിക്ക് പേരെന്ന് പറയും. അപ്പോൾ ഒരുപാട് മത്സരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ നസീമത്തൊക്കെ എൻ്റെ അടുത്ത് തന്നെയാണ്. നസീമാത്ത ബിരിയാണി ഉണ്ടാക്കല പിന്നെ ഉണ്ടാക്കണേ. ഈ നസീമത്താൻ നിങ്ങൾ എൻ്റെ മുമ്പ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ക്യാപിക്കുള്ള 3rd പ്രൈസ് കിട്ടിയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ ഒരു പരിപാടിക്ക് തൊട്ട് മുമ്പുള്ള നമ്മുടെ ആനി ചേച്ചിയുടെ എൻട്രിയുടെ ആ സമയത്തെടുത്ത വീഡിയോ. ഇതിൻ്റെയൊക്കെ ഇൻട്രോ പ്രൊമോഷൻ വീഡിയോ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി ഗ്രാൻഡ് പരിപാടി തന്നെയായിരുന്നു കേട്ടോ. കൊണ്ടോട്ടി വെച്ച് റോസിയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു ഇതിന് ഷൂട്ടിങ് നടന്നത്. അപ്പോൾ അടിപൊളി ചിങ്കാരിമേളവും നമ്മുടെ കൊൽക്കളിയും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി ഗ്രാൻഡ് ഇവൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ വരുമ്പോഴെങ്കിലും കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇത് ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ജസീത്ത എല്ലാവരും പിന്നെ സെൽഫി എടുത്തും ഇതുപോലെ വീഡിയോ എടുത്തൊക്കെ ഞാൻ മാക്സിമം എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് കോൽക്കളി. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഇനി നമ്മുടെ ആനി ചേച്ചിയുടെ എൻട്രിയാണ് കേട്ടോ. നേരിട്ട് ആനി ചേച്ചിനെ ആദ്യമായിട്ട് കാണാൻ പറ്റിയ ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളിയാണ്. ആനി ചേച്ചിനെ കാണാനും അടിപൊളിയാണ്. ആനി ചേച്ചിൻ്റെ സ്വഭാവം അതിലും അടിപൊളിയാണ്. അല്ല സോഫ്റ്റായിട്ട് എന്ത് സ്നേഹത്തിലാണെന്നറിയോ സംസാരിക്കണം. അങ്ങനെ ആനി ചേച്ചിയുടെ എൻട്രിയുടെ വീഡിയോയ്ക്ക് ശേഷം ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയ ശേഷം എല്ലാവരും വീഡിയോയും സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. മോളൊക്കെ പോയി സെൽഫി എടുത്തിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ എൻട്രി ഷൂട്ടിൻ്റെ കൂടെ ഇവിടെ കോൽക്കളിയും ഒക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാനും മോനും അമ്മയ്ക്ക് മിക്കവാറും ക്രെഡിറ്റ് കൊടുക്കട്ടെ. 20 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20 പേര് വ്യത്യസ്തമായ ബിരിയാണികളാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിന് ബെസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് ടെൻഷനേ ഇല്ല. എന്താണെന്നറിയാം, ഞാനിപ്പോൾ മലബാർ വന്നെന്നാക്കണം എന്നെ ഇത്രയും ആക്കിയതാരാ എൻ്റെ പ്രേക്ഷകർ. അപ്പോൾ അവരെ കാണാൻ പറ്റുന്ന ഒരു അവസരം ഞാൻ കളയുകയില്ല. അവരോടൊത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം ഞാൻ കളയുകയില്ല. ഞങ്ങൾ അന്നേരം ഞാൻ ഇങ്ങ് പോന്നു. കാര്യം മറ്റൊന്നും നോക്കിയില്ല. ഞാൻ ഇവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ. ഇനി ഇവരെ ജഡ്ജ് ചെയ്യാൻ പോകുന്ന വേറെ ആരും അല്ലല്ലോ, നമ്മുടെ മാപ്പിള ഹുസൈനിന്റെ രാജ്ഞിയായ അബേദ ചേച്ചിയാ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അബേദയുടെ മുമ്പിൽ ഞാൻ എന്നതാ ഒരു ബിഗ് സീറോ ആണ്. ഇവരുടെ എല്ലാവരുടെ മുമ്പിലും വെച്ച് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ബിഗ് സീറോ ആയിരിക്കും. പക്ഷെ എനിക്ക് ഇവരുടെ സ്നേഹത്തിന്റെ മുമ്പിലും ഞാൻ ശരിക്കും തിരിച്ച് ഞാൻ കൊടുക്കുന്നത് അത്രയും മതിയാവുന്നു എന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെ സ്നേഹിക്കണം അറിയില്ല. ചേച്ചി ചോദിക്കട്ടെ, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറയാവോ? അത് ചേച്ചി പറയേ. സത്യമാണ്. എന്റെ ഏട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. തമ്പുരാന്റെ എന്താ പറയാ, ആ മയത്ത് മുമ്പിൽ എല്ലാവരും വന്നിരിക്കണ്ടല്ലോ മല്ലികേച്ചിയൊക്കെ. അതുപോലെ ഒന്ന് വരാനുള്ള ചാൻസ് അദ്ദേഹം ഡയറക്ടറോട് ചോദിക്കണം. ഒറ്റക്ക് വന്ന് ഫസ്റ്റ് അടിക്ക്
അപ്പൊ പിന്നെ ആവശ്യം ഗൃഹലക്ഷ്മിയില് ഞാൻ എല്ലാവർക്കും സെൽഫിയൊക്കെ എടുത്തു കൊടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷം ഞാൻ ഫ്ലോറിലേക്ക് പോയിട്ടോ. അങ്ങനെ ചിക്കനും മരിയൊക്കെ കിട്ടി. അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. പഠിച്ച റബ്ബോട് സ്തുതി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മളെ പ്രൊഫൈൽ വീഡിയോ ഒന്നിനെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം പ്രൊഫൈൽ വീഡിയോ എടുക്കാൻ പോയതെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരു യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് വന്നു. ഈ ചിക്കൻ എങ്ങനെ കിട്ടുക, നിങ്ങൾ സെയിൽ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. എള്ളി ചിക്കൻ എന്താ ഉണ്ടാക്കി തരിക, ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ. ഇപ്പം ഞാൻ ലൈസൻസ് എടുത്തിട്ട് വീട്ടിൽ കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. നമ്മുടെ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വരാൻ കാണിക്കാനും ഒക്കെ ഒരവസരം. അപ്പോൾ ഇതൊക്കെ അവർ പറഞ്ഞിട്ട് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിൽ 2 പേർക്ക് പങ്കെടുക്കാമെന്ന് കേട്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആ ആളാണ്. അങ്ങനെ എല്ലാവരും വെച്ചിട്ട് ഇതുപോലെ പ്രൊഫൈൽ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. മലബാറി ബിരിയാണിയുടെ രസക്കൂട്ടുകളും വൈവിധ്യതയും തേടിയുള്ള അമൃത ടിവിയുടെ യാത്രയാണ് ഇന്നിവിടെ ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. ഇവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് 20 കണ്ടസ്റ്റൻസ് ആണ്. ഇതിൽ കണ്ടെടുത്ത 20 പേരും അടിപൊളിയാണ്. ഇതാണ് ഖദീജാഷ, അതുപോലെ തായറത്ത, സീമ ചേച്ചി, അങ്ങനെ ഒരുപാട് പേര് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിട്ടോ. ഇതാണ് സീമ ചേച്ചി, ഖദീജാഷ, തായറത്ത, അതുപോലെ തന്നെ നസീമത്ത, ഫെബിത്ത, ഇതാണ് നമ്മളെ സുലൈക്ക. അങ്ങനെ ആബിത്തിങ് വന്നതിന് ശേഷം അടിപൊളിയായിട്ട് ജഡ്ജ്മെൻറ്റും കഴിഞ്ഞു. അപ്പം ഈ ഒരു പരിപാടി നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത്. കാണാൻ പറ്റുന്നവരെല്ലാവരും കാണണം. അതുപോലെ കോമഡി സ്റ്റാർസും ഉണ്ടായിരുന്നു, നമ്മളെ അഖിലും, അതുപോലെ നമ്മുടെ ചിന്നുല്ലേ, ശ്രീവിദ്യ, അങ്ങനെ എല്ലാവരും കൂടി അടിപൊളി ബിരിയാണി ഒരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ. 20 പേര് വെച്ച് ബിരിയാണിയും അടിപൊളിയാണ്. അങ്ങനെ എനിക്ക് ഒരുവിധ ആൾക്കാരതൊക്കെ കഴിക്കാൻ പറ്റി. ഫർസ് ഹൈദറുണ്ട്. അങ്ങനെ കുട്ടികളെ പാട്ടും കൂത്തുമായി ഒരു അടിപൊളി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും യൂട്യൂബിൽ വരുമ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഇനി ബാക്കി വിശേഷം പാർട്ട് 2 കാണാം.